യുഎഇയിൽ മരിക്കുന്ന പ്രവാസികളുടെ മൃതശരീരം നാട്ടിലെത്തിക്കാൻ അമിത നിരക്ക് ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മുന്നറിയിപ്പ്. ഏജന്റുമാരുടെ ചൂഷണം സംബന്ധിച്ച് നിരവധി പരാതികൾ കോൺസുലേറ്റിന് മുന്നിൽ ലഭിച്ച സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് നൽകിയത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മരിച്ച പ്രവാസികളുടെ കുടുംബങ്ങളെ ഏജന്റുമാർ ചൂഷണം ചെയ്ത നിരവധി കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇത്തരമൊരു നടപടി. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ വീണ്ടും സമാനമായ മുന്നറിയിപ്പ് കോൺസുലേറ്റ് നൽകിയിരിക്കുകയാണ്. അതായത് കോൺസുലേറ്റ് അംഗീകരിച്ച നിരക്കുകൾ അല്ലാതെ അമിത തുക ഈടാക്കുന്ന ഏജന്റുമാർക്കെതിരെ ഇവിടെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ജാഗ്രത പുലർത്തണമെന്നാണ് കോൺസുലേറ്റ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ ഇപ്പോൾ പറയുന്നത്. കൂടാതെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികൾ എന്തൊക്കെയാണ് എന്ന വിശദീകരണവും ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് നൽകിയിരിക്കുന്നുണ്ട്. കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലാണ് ഈ ഒരു കാര്യം ഇപ്പോൾ കോൺസുലേറ്റ് കൃത്യമായി തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മരിച്ചയാളുടെ മൃതദേഹം മാതൃരാജ്യത്തേക്കോ താമസ സ്ഥലത്തേക്കോ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ചെലവുകളും സാധാരണഗതിയിൽ ഇവിടെ തൊഴിലുടമയാണ് വഹിക്കേണ്ടത്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ മരണപ്പെടുന്ന ആളുകളുണ്ടാകും. ഇത്തരം ആളുകളുടെ കാര്യത്തിൽ കോൺസുലേറ്റിന്റെ ഭാഗത്ത് നിന്ന് മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള സഹായം ലഭ്യമാക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺസുലേറ്റ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ച് ഈ കമ്മ്യൂണിറ്റി അസോസിയേഷനുകൾ മുഖാന്തരമാണ് യാതൊരു സർവീസ് ഫീയും ഈടാക്കാതെ ഇത്തരം നടപടികൾ പൂർത്തിയാക്കുക എന്നാണ് കോൺസുലേറ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യുഎഇയിൽ നിന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ആവശ്യമാകുന്ന ചെലവുകൾ ഉൾപ്പെടെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കോൺസുലേറ്റ് നൽകുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള സഹായത്തിനായി ഇവിടെയുള്ള ആളുകൾക്ക് സമീപിക്കാവുന്ന കോൺസുലേറ്റിൻ്റെ പാനലിലുള്ള കമ്മ്യൂണിറ്റി അസോസിയേഷനുകളുടെ ലിസ്റ്റും ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് അജ്മാനിലും ഷാർജയിലും ഉമ്മൽകോയിലും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ അസോസിയേഷൻ, അതോടൊപ്പം തന്നെ റാസൽ ഖൈമയിലുള്ള ഇന്ത്യൻ റിലീഫ് കമ്മിറ്റി, അതോടൊപ്പം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഫിജൈറ, കോർഫക്കാൻ, ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ക്ലബ്ബ് കൽബ, അതോടൊപ്പം തന്നെ IPF അതായത് ഇന്ത്യൻ പീപ്പിൾസ് ഫോറം, ദുബായ് KMCC, അക്കാഫിൻ്റെ അക്കാഫ് അസോസിയേഷൻ, FOI ഇവൻറ്റ്സ്, ഇമാൻ കൾച്ചറൽ സെൻറ്റർ, ഇങ്ങനെയാണ് ഈ ഒരു അസോസിയേഷനുകളുടെ ലിസ്റ്റ്. ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പറുകളും കൃത്യമായി തന്നെ കോൺസുലേറ്റ് ഈ ഒരു സർക്കുലറിൽ വ്യക്തമായി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺസുലേറ്റുമായി ഇത്തരം വിഷയങ്ങൾക്ക് ഈ ഒരു സഹായങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പറിൽ കോൺസുലേറ്റിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ 24 മണിക്കൂർ ബന്ധപ്പെടാമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും മറ്റ് ഇടനിലക്കാരെയും ഏജന്റുമാരെയും ഒക്കെ ഒഴിവാക്കി ഈ ഒരു വിഷയത്തിൽ ഒരു സുതാര്യത വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ദുബായിയുടെ ഏറ്റവും ഒടുവിലത്തെ നടപടി.